അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ എല്ലും കപ്പയുമാണ്. ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് മോനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ ചിക്കൻ്റെ എല്ല് മാത്രമായിട്ട് വാങ്ങിക്കുന്നത് ലുലുവിൽ നിന്നാണ്. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ കപ്പയും കൂടി വാങ്ങി. അപ്പോൾ മോനാണ് ഇന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി ഉണ്ടാക്കാനായി ഒരു കടായി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സവോള കട്ട് ചെയ്തതാണ്. ഇനി ഈ സവോള ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. എല്ലാവർക്കും ഓണത്തിൻ്റെ തിരക്കിലാവും അല്ലേ. നാട്ടിൽ ഓണം എന്ന് പറയുമ്പോൾ ഒരു നല്ല രസമുള്ളൊരു സമയം തന്നെയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സവാള വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇനി ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ചിക്കൻ കഴുകുമ്പോൾ ഇവർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കഴുകിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നു. ഈ സമയത്തൊന്നും തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയല്ല മോൻ ഉണ്ടാക്കുന്നത്. ഇനി ഈ മസാലയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കീറിയതും പിന്നെ 2 തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് വഴന്ന് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി അടച്ചു കൊടുക്കാം. മരുമോളെ ഞങ്ങൾ വിളിക്കാറ് അമ്മു എന്നാണ് കേട്ടോ. അമ്മു വരാൻ വൈകുന്ന ദിവസം മോനിടക്ക് കറി ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതാണെന്ന് നീ ഒന്ന് ഉണ്ടാക്കുക, എനിക്ക് ആ കറി കൂട്ടാലോ എന്ന്. അങ്ങനെയാണ് ഒന്ന് മോൻ ഉണ്ടാക്കുന്നത്. തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ കയ്യിൽ വെച്ച് ഉടച്ചെടുക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഇന്ന് മോനൊക്കെ ലീവാണ്. കാരണം ഇന്ന് ഇവിടെ നബിദിനാണ്. ഇന്നാണ് ഇവിടെ നബിദിനം. അത് കാരണം ഇന്നും നാളെയും ലീവാണ്. നാളെ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും കിട്ടുന്ന പോലെ ആ ലീവ്. ഇന്ന് നബിദിനത്തിൻ്റെ ലീവും. തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ എല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നല്ലതുപോലെ മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ല് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഈ എല്ലിൻ്റെ കൂടെ നല്ലോണം ഇറച്ചിയുണ്ട് കേട്ടോ. ഏകദേശം 1.5 കിലോൻ്റെ വെയിറ്റ് ഉണ്ടത്. ഇനി ഈ ചിക്കൻ്റെ എല്ല് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും തീരെ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. എന്നാലും ഇങ്ങനെ വഴറ്റി നമ്മൾ അടച്ച് വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും വെള്ളം വരുമല്ലോ. അത് കാരണം വെള്ളം തീരെ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ചിക്കൻ മസാല ഇടുന്ന കൂട്ടത്തിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടപ്പ് മാറ്റിയപ്പോൾ തന്നെ ചിക്കനിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ റെഡിയായി വെന്ത് വന്നു. ഇനി ഇതിൻ്റെ മുകളിലായി കരിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. മോന് കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കപ്പ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആ ചിക്കൻ്റെ കറി ഒഴിച്ച് കൊടുക്കാം. കപ്പയിലേക്ക് പകുതിയോളം ചിക്കൻ കറി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഉടച്ചെടുക്കുന്നുണ്ട്. നാട്ടിലൊക്കെ നമ്മൾ ബീഫിൻ്റെ എല്ലും കപ്പയും കൂടി വെക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ ചിക്കൻ്റെ എല്ലും കപ്പയും കൂടി. പിന്നെ നമ്മൾ ഇങ്ങനെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ ചിക്കൻ്റെ എല്ല് ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി നാളികേരം ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ.
പിന്നെ മോനുണ്ടാക്കിയ കറി ആയതുകൊണ്ട് പറയല്ല കേട്ടോ, അടിപൊളി തന്നെയായിരുന്നു. ഇനി നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണോന്ന് അറിയില്ല. പിന്നെ കറിയുടെ കൂടെ കഴിക്കാൻ പൊറാട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിക്കൻ്റെ എല്ലും കപ്പയും കൂടി കഴിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. കറിയും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെ നാട്ടിലിങ്ങനെ കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.